അങ്ങനെ ഒരു പരസ്യം കണ്ടാൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണോ, അതിന് എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് ഇവനെടുക്കേണ്ടത്? നിങ്ങൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള കൺസൾട്ടൻസിനോടോ അല്ലെങ്കിൽ ഒരു ലോയറോടോ ഇത് കൃത്യമായി ചോദിക്കണം. ഒരു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതൊന്ന്. 2, ലൈസൻസിൽ പേരിട്ടിട്ട് നോട്ടറി പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് കാശ് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ പാർട്ണറായിട്ട് മാറുന്നതോട് കൂടിയിട്ട് അതിന്റെ ലയബിലിറ്റീസിന്റെയും കൂടി ഉത്തരവാദിത്തം വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് പ്രീവിയസ് ലയബിലിറ്റീസ് ഉണ്ടോന്നുള്ള ഡ്യൂ ഡെലിജൻസ് ചെക്ക് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലേബറിന്റെ ഫൈനുകൾ എടുക്കുന്നുണ്ടാവാം, ചെക്കുകൾ കൊടുത്തിട്ടുള്ള പേയ്മെന്റുകൾ എടുക്കുന്നുണ്ടാവാം. ഒരു കോൺട്രാക്ടിങ് കമ്പനി ആണെങ്കിൽ ആ ഒരു വർക്ക് എടുക്കുന്നതിന്റെ അങ്ങനെയുള്ള ലയബിലിറ്റീസ് ഉണ്ടാവും. RTA ഫൈൻസ് ഉണ്ടാവും. ഇങ്ങനെ തുടങ്ങി പലതും ഉണ്ടാവും. അതൊന്നും ചെക്ക് ചെയ്യാതെ നേരെ കൊണ്ടുപോയിട്ട് കാശ് കൊടുത്തിട്ട് നമ്മളൊരു പാർട്ണർ ആയി കഴിഞ്ഞാൽ, കാശ് കൊടുക്കുന്നത് 1 ലക്ഷം ദിർഹംസിന്റെ പാർട്ണർഷിപ്പ് ആണെങ്കിൽ 10 ലക്ഷം രൂപന്റെ 1 മില്യന്റെ ലയബിലിറ്റി ആ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെയും കൂടി ഉത്തരവാദിത്തി ആയി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അത് ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങൾ എന്റെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നു, എന്റെ കമ്പനിക്ക് ഇങ്ങനത്തെ ഒരു ലയബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഇത്തിഹാദ് ബ്യൂറോ, ഇപ്പൊ നാട്ടിലാണെങ്കിൽ സിബിൽ റിപ്പോർട്ട് എടുക്കുന്ന പോലെ അവിടെ AECB എന്ന് പറയുന്ന റിപ്പോർട്ട് എടുക്കാൻ പറ്റും. ലയബിലിറ്റീസ് കമ്പനീസിനെ കുറിച്ച്, കമ്പനിയുടെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ അറിയാൻ സാധിക്കും. അതിലെല്ലാം ഉണ്ട്. അതിനകത്ത് എല്ലാ ചരിത്രവും അതിനകത്തോട്ട് വരും.